ഹായ്, ബീഫ് റോസ്റ്റാണ്. എന്നും ഒരുപോലെ ബീഫ് ഉണ്ടാക്കുന്നവർ ഒന്ന് മാറ്റി പിടിച്ചേക്ക്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്. ഞാൻ പറയുന്നതല്ല, ഒറ്റ പ്രാവശ്യം നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ഒണിയൻ, 1 തക്കാളി ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. ഉപ്പും മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട, മൂടി വെച്ച് വേവിക്കുക. ഇത് വലിയ വേവില്ലാത്ത ബീഫായതുകൊണ്ട് ഒരു 4-5 വിസിൽ മതി. ഇനി ബീഫിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി ഇവ ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 3-4 കാശ്മീരി ചില്ലിയും 1 കഷ്ണം പട്ട, 2-3 ഏലക്ക, ഒരു 2 ഗ്രാമ്പൂവും ഇതെല്ലാം ചെറു തീയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് പൊടിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മസാല എടുത്ത് 1.5 ടേബിൾ സ്പൂൺ എടുത്ത് ആ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒട്ടും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ഒരുപാട് വെള്ളം അതിലിറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും അതൊക്കെ ഒന്ന് വറ്റിക്കോളും. ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയും കുരുമുളകൊക്കെ ഫ്രഷായിട്ട് പൊടിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ് ഈ ബീഫിന്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.